യമണ്ടൻ പ്രഖ്യാപനങ്ങളുമായി നരേന്ദ്രമോദി വരും. രജനീകാന്ത് പറയുന്നൊരു കാര്യമല്ല, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുന്നാലും എന്നൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്. താമസിച്ച് പോയാലും ഞങ്ങൾ ഉശിരോടുകൂടി വരുമെന്ന് പറയുന്നത്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ BJP. അപ്പോൾ നമ്മുടെ അണ്ണൻ വരികയാണ്, നരേന്ദ്ര ദാമോദർ മോദി വരുന്നു. അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ചാണെങ്കിൽ, ഇന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് റോഡ് ഷോ, പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടി. അവിടെ റെയിൽവേയുടെ 3 ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ്. അത് കഴിയുമ്പോൾ റെയിൽവേ പരിപാടി കഴിയും. അത് കഴിഞ്ഞാൽ BJPയുടെ ഔദ്യോഗിക പരിപാടിയിൽ ജയിച്ചാൽ 45 ദിവസത്തിനകത്ത് BJP ഇവിടെ കൊണ്ടുവരും മോദിയെ എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കിനെ പാലിച്ചുകൊണ്ട് 25,000-ലധികം ആളുകൾ ഇവിടെ വന്ന് വലിയൊരു സമ്മേളനം നടക്കുന്നു. അതിൽ വെച്ച് തിരുവനന്തപുരത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും. നമുക്ക് ഇതുവരെ ഞാൻ പറഞ്ഞതിലൊന്നും നമുക്ക് താല്പര്യമില്ല. ആ വിഷയം ഒരു ആമുഖമായി പറഞ്ഞു. നമുക്ക് താല്പര്യം നാളെ എന്താണ് മോദി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്തിൻ്റെ അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പോർട്ടുമുണ്ട്, നമുക്ക് വിഴിഞ്ഞം സീ പോർട്ടുമുണ്ട്. ഇതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് കോവളം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സെൻ്ററാണ്. വേളി, ആക്കുളം, നിരവധി നദികൾ, തോടുകൾ, വളരെ വിശാലമായ ഒരു പ്രദേശമാണ് തിരുവനന്തപുരം. അതിൻ്റെ പ്രൗഢിയിൽ നിന്നുകൊണ്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ മെട്രോപൊളിറ്റൻ സിറ്റി ആക്കുമോ? രണ്ടാമത് ഇതിൻ്റെ പാരമ്പര്യ തനിമ നിലനിർത്തുമോ? പാരിസ്ഥിതിക തനിമ തിരിച്ചു പിടിക്കുമോ? മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ ശാസ്ത്രീയമായ പ്രൊഫഷണലായിട്ടുള്ള മോഡേൺ എക്യുപ്മെൻസും സംവിധാനവും വരുമോ? നായ്ക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള തെരുവ് നായ്ക്കളൊക്കെയുള്ള കാര്യങ്ങൾ വരുമോ? പൈതൃക സ്ഥലങ്ങളായിട്ടുള്ള പൂജപ്പുരയും അതുപോലുള്ള പ്രദേശങ്ങളുമൊക്കെ നന്നായി വികസിപ്പിക്കുമോ, സംരക്ഷിക്കുമോ? വനിതകൾക്കും കുട്ടികൾക്കുമൊക്കെ പുറത്തിറങ്ങിയാൽ വളരെ മനോഹരമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വാഷ്റൂമുകൾ എല്ലായിടത്തും വരുമോ? വൻകിട കെട്ടിടങ്ങൾ വരുമോ? ചെറുകിട കെട്ടിടങ്ങൾ വരുമോ? പാർക്കിംഗ് സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുമോ? വെള്ളക്കെട്ട് തിരുവനന്തപുരത്ത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പണികൾ ചെയ്യുമോ? ഇതോടൊപ്പമാണ് ചില കാര്യങ്ങൾ കേൾക്കുന്നത്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, കാട്ടാക്കട തുടങ്ങിയ സ്ഥലങ്ങളിലോ, കഴക്കൂട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സാറ്റലൈറ്റ് സിറ്റികൾ കൊണ്ടുവരാനുള്ളൊരു പ്ലാനും ആലോചിക്കുന്നു. അതിൽ 2 ഉദ്ദേശം. ഒന്ന്, ഡൽഹിയിൽ നോയിഡയിൽ സാറ്റലൈറ്റ് സിറ്റി പോലെ നോയിഡയിലുണ്ട്. പിന്നെ ട്വിൻ സിറ്റീസ് ഉണ്ട് ലോകത്ത് പല സ്ഥലത്ത്. ബാഴ്സലോണയിലൊക്കെ ട്വിൻ സിറ്റിയാണ്. 2 നഗരങ്ങൾ. ഒരു നഗരം കൂടി പാരലലായി വികസിപ്പിക്കും. അപ്പോൾ ഈ നഗരത്തിലേക്കുള്ള ആളുകളുടെ തിരക്ക് കുറയും. അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഒരു 4 സാറ്റലൈറ്റ് സിറ്റികൾ, ഇത് പണ്ടേ കിടക്കുന്ന ഒരു 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 കൺസെപ്റ്റാണ് തിരുവനന്തപുരത്ത്, സാറ്റലൈറ്റ് സിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അത് ഇപ്രാവശ്യം കൊണ്ടുവന്നാൽ അവിടങ്ങളിലെ BJPയെയും കൈകാര്യം ചെയ്യാൻ, പ്രത്യേകിച്ച് കൃഷ്ണദാസ് എന്ന് പറയുന്ന വലിയ നേതാവാണ് പിന്നെ കാട്ടാക്കട മത്സരിക്കുന്നത്. B മുരളീധരൻ മുൻ മന്ത്രിയാണ് മത്സരിക്കുന്നത് കഴക്കൂട്ടത്ത്. നേമത്ത് ചന്ദ്രശേഖറാണ്. പിന്നെ തിരുവനന്തപുരത്ത് ശ്രീലേഖയോ കൃഷ്ണകുമാർ, എല്ലായിടത്തും സുരേന്ദ്രൻ, വളരെ പ്രമുഖരാണ് മത്സരിക്കുന്നത്. പിന്നെ കോവളത്ത് സുരേഷായിരിക്കും. അപ്പോൾ ഈ പ്രമുഖർ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ 3-4 സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു BJP അങ്ങനെയും ഒരു 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 പ്രോജക്റ്റ് അവർ ആലോചിക്കുന്നു. കേന്ദ്ര വിവിധ മന്ത്രാലയങ്ങളുടെ നഗരാസൂത്രണം, അതുപോലെ കുടിവെള്ളത്തിൻ്റെ ജലശക്തി അഭിയാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മന്ത്രാലയങ്ങളുടെയും പദ്ധതികളും തിരുവനന്തപുരത്ത് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. സ്മാർട്ട് സിറ്റിയുടെ 2nd ഫേസും വരും എന്ന് തന്നെയാണ് കരുതുന്നത്.